ഞങ്ങൾ വണ്ടി ഇറക്കിയിട്ട് ആദ്യത്തെ ഒരു ഓഫ് റോഡ് യാത്രയ്ക്ക് വന്നതാണ്. ഞങ്ങൾ ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത്, തമിഴ്നാട്ടിലെ ധർമ്മപുരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പലമുണ്ട്. അധികം ആരും അറിഞ്ഞു തുടങ്ങിയിട്ടില്ല. ഒരു നല്ല ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ട് മാറാൻ പോകുന്ന ഒരു ടെമ്പിളാണ്. അപ്പോൾ സർപ്രൈസാണ്, നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞങ്ങൾ ഈ വർഷം ക്രിസ്മസ് ആഘോഷിച്ചത് ഞങ്ങളുടെ ഫ്രണ്ടായ അൻപിനോടൊപ്പമായിരുന്നു. അൻപിൻ്റെ വീടെന്ന് പറയുന്നത് ധർമ്മപുരിയിൽ മല്ലപുരം എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. കാണാൻ വളരെ ഭംഗിയുള്ളൊരു ഗ്രാമമാണ്. നമുക്കൊക്കെ മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അവിടെ എത്തിയപ്പോഴാണ് അവർ പറഞ്ഞത് അടുത്തൊരു അമ്പലമുണ്ട്, അവിടെ പോവാം, നല്ല ഭംഗിയാണ് കാണാനെന്ന്. അപ്പോൾ അത് മലയുടെ മുകളിലാണ് അമ്പലം സ്ഥിതി ചെയ്യുന്നത്. ബേസിക്കലി അത് ഒരു ഫാമിലി ടെമ്പിൾ എന്ന് നമുക്ക് പറയാം, കുടുംബക്ഷേത്രം എന്നൊക്കെ പറയും പോലെയാണ്. പക്ഷേ ഇപ്പോൾ ആൾക്കാർക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി വീതിക്ക് വണ്ടി പോകുന്ന റോഡാക്കി വന്നിട്ടുണ്ട്. പക്ഷേ ടാറൊന്നും ചെയ്തിട്ടില്ല, ഓഫ് റോഡ് പോലെ കിടക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഒരുപാട് ആൾക്കാർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ മാത്രം ഓടിച്ച് പോവാം, നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നിൽക്കണം. അഥവാ ഇറങ്ങി വന്നാൽ നിങ്ങൾ എല്ലാവരും കൂടി പിടിച്ചു നിർത്തണം. വീഡിയോ ഓഫ് ചെയ്യാൻ ചോദിക്കാം. സാധാരണ സ്വന്തം വണ്ടി ആർക്കും കൊടുക്കാറില്ല, പുകഴ്ത്തി പറയല്ല. അഥവാ ആരെങ്കിലും എടുത്താൽ തന്നെയും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അൻപിൻ്റെ അടുത്ത് അങ്ങോട്ട് കീ കൊടുത്തിട്ടാണ് ഓടിച്ചോടിച്ചെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, എനിക്ക് മനസ്സിലാവും. സോ എത്ര ഇമ്പോർട്ടൻ്റ് ആണ് അൻപത്. ഓക്കെ. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ജിമ്മിയുടെ പെർഫോമൻസ് എന്ന് പറയുന്നത്. ഭയങ്കര കംഫോർട്ടായിരുന്നു. നമ്മൾ 2 വീൽ ഡ്രൈവിൽ തന്നെയാണ് വണ്ടി പോയത്. പിന്നെ വണ്ടിക്കകത്ത് മോൻ ഉൾപ്പെടെ 6 പേരുണ്ടായിരുന്നു. എന്നിട്ടും വളരെ സ്മൂത്തായിട്ടാണ് വണ്ടി പോയത്. ഒരു ഡിസ്കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ വണ്ടിക്ക് അകത്തിരിക്കുമ്പോഴത്തേക്ക് കിടില ഫീലാണ്, ഭയങ്കര ഡ്രൈവിംഗ് കംഫോർട്ടാണ്. പിന്നെ ഈ ഓഫ് റോഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് അങ്ങനെ പോവാണ്, ഇങ്ങനെ ഒരു റോഡിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നൊന്നും നമുക്ക് അകത്തിരിക്കുമ്പോൾ ഫീൽ ചെയ്യത്തേ ഇല്ല. അന്ന് രാവിലെ തന്നെ അൻപ് കഷ്ടപ്പെട്ട് ഡ്രോണൊക്കെ ഒപ്പിച്ചുകൊണ്ട് വന്നതായിരുന്നു. പക്ഷേ നമ്മൾ എടുക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് അതിനകത്ത് മെമ്മറി കാർഡ് ഇല്ല എന്ന്. പിന്നെ ഇപ്പോൾ എല്ലാവരുടെ ഫോണിൽ ഇൻബിൽറ്റ് മെമ്മറി ആയതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഡ്രോണും കൈ വെച്ച് നോക്കിക്കൊണ്ടിരിക്കേണ്ടി വന്നു. പിന്നെ അൻപിൻ്റെ ഫ്രണ്ടായ മദനും ഈശ്വറും ഒക്കെ ബൈക്കിൽ പോയി ഫ്രണ്ടിൽ നിന്നും ബാക്കിൽ നിന്നും ഒക്കെ ഷൂട്ട് ചെയ്ത് തന്ന വിഷ്വൽസാണ് ഇതെല്ലാം. സോ പിള്ളേരെല്ലാം ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ പോകുന്ന ആ സ്ഥലങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ കയറി പോകുന്ന അത് നമുക്ക് ഹെയർ പിൻ വളവ് പോലെയാണ് പല സ്ഥലങ്ങളും വരുന്നത്. അപ്പോൾ നല്ല ഡീപ്പായിട്ടാണ് കർവുകൾ വരുന്നത്. അപ്പോൾ സൂക്ഷിച്ചൊക്കെ പോകണം എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മൾ വണ്ടി ഡ്രൈവ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന സ്ഥലം വരെ എത്തിയിരിക്കുവാണ്. ഇനി നമുക്ക് നടന്നേ കയറാൻ പറ്റുള്ളൂ. അപ്പോൾ കൈകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെപ്പുകൾ ചെയ്തിട്ടുണ്ട്. ആ സ്റ്റെപ്പുകളിൽ പോകാം. കുറച്ചേ ഉള്ളൂ എന്നാണ് പറയുന്നത്. നമുക്ക് കയറുക. നമ്മൾ സെൻട്രായ സ്വാമി ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ടോപ്പിലാണ്. അപ്പം ഈ കോവിലിൻ്റെ ഐഹിത്യം നമ്മുടെ ഗൗതം പറയും. இந்த கோயில் வந்து பார்த்திங்கன்னா திருப்பதியில் இருக்கக்கூடிய ஏழுமலையான் கடவுள் வந்து இங்கே வந்து காலடி எடுத்து வச்ச மாதிரி ஃபஸ்ட்டு வந்துட்டு இதுக்கு முன்னாடியே இருக்கக்கூடிய 2 மலைங்களுக்கு வந்து காலடி எடுத்து வைக்கும்போது அந்த மலை வந்து அந்த வெயிட்டை வந்து பேலன்ஸ் பண்ண முடியாமல், சாமியுடைய வெயிட்டை வந்து பேலன்ஸ் பண்ண முடியாமல் உள்ளே போயிட்டு, அதனால் இங்கே வந்து வச்சப்போ வந்துட்டு இது வந்து ஸ்டாண்டர்டாக இருந்ததுனால இங்கே வந்து சாமி வந்து இங்கே இருக்குது அப்படின்றது இங்கே இருக்கிற ஊர்க்காரங்க எல்லாரும் வந்து இதுதான் இந்த சாமி தான் கும்பிட்டுருக்கோம். ஒரு காவல் தெய்வம் மாதிரி இங்கேருந்து எல்லாரையும் வந்து வியூ பாயிண்ட்டாக பார்த்துட்டு எல்லாரும் என்ன பண்ணுறாங்க அப்படின்ற மாதிரி ஒரு காவல் தெய்வமாக எங்களை வந்து பார்த்துட்ருக்காரு.
നമുക്കിവിടെ കാണുമ്പോൾ മനസ്സിലാവും അമ്പലം മൊത്തത്തിൽ പണി പൂർത്തിയാക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊക്കെ പണി ചെയ്തുകൊണ്ടിരിക്കുവാണ്. അത് കാശ് വരുന്നതനുസരിച്ച് ചെയ്യുവാണെന്നാണ് നമുക്ക് അറിയാൻ പറ്റിയത്. പിന്നെ ഇപ്പോൾ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. മുന്നേ ഈ വരാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉള്ള ആൾക്കാർ മാത്രമായിരുന്നു ആ നടന്നു വരുന്ന ട്രക്ക് ചെയ്ത് വരുന്ന വഴിയെ വന്നുകൊണ്ടിരുന്നത്. പുറത്തുനിന്ന് ഈ ഒരു ഗ്രാമത്തിന് പുറത്തുനിന്നുള്ള ആൾക്കാർ ഈ ഇടതൊട്ടാണ് അറിഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അവർക്ക് വരാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വണ്ടി വരുന്ന രീതിയിലൊക്കെ ഒരു റോഡ് അവർ ആക്കിയെടുത്തത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകും തോറും ടാറിട്ട റോഡുകളൊക്കെ വരുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇവിടുത്തെ പ്രസാദം കഴിച്ച് ആകിയുടെ പല്ല് പൊട്ടി. പ്രസാദം എന്ന് പറയുമ്പോൾ പൊരി, അതിനകത്ത് നമ്മുടെ മുതിര മിച്ചറില്ലേ, അത് കടല അതെല്ലാം ഇട്ട് മിക്സ് ചെയ്തതാണ് ഇവിടുത്തെ പ്രസാദം. അപ്പോൾ ആകെ അളവിലധികം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. കൈവയ്ക്കണ്ട നമ്മുടെ ഇത് ഫാമിലി ടെമ്പിൾ എന്ന് പറയാം, നമുക്ക് കുടുംബ കോവിൽ പറയാം. രാഘവൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബ കോവിലാണ്. அவர் பேர் தெரியாது. சபரி எல்லாம் அன்போட கேங் தான். ഞങ്ങളുടെ ഈ യാത്ര എന്ന് പറയുന്നത് ഒരു അൺഎക്സ്പെക്റ്റഡ് യാത്രയായിരുന്നു. അവിടെ ചെന്നതിന് ശേഷമാണ് ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്നും അങ്ങോട്ട് പോകാമെന്നുള്ള പ്ലാൻ ഇട്ടത് തന്നെ. പക്ഷേ ഒരു എവർഗ്രീൻ മെമ്മറി ആയിട്ട് നിൽക്കുന്നൊരു സംഭവം തന്നെയാണ് ഇത്.